hello all. Welcome to One's Classes. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷൻ ആക്ച്വലി ഒരു സൊല്യൂഷൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത് മോഡ്യൂൾ വൈസ് ആണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പാർട്ട് എയിലും അതുപോലെ തന്നെ പാർട്ട് ബിയിലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്സ് എങ്ങനെയാണ്, അപ്പം എങ്ങനെയാണ് നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ പറയുന്ന ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ 4th സെമസ്റ്ററിൽ വരുന്ന കോഴ്സാണ് EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് കോഴ്സിന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി 3rd സെമസ്റ്ററിലെ അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള സബ്ജക്ട്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം, അതായത് 4th സെമസ്റ്ററിലുള്ള ബാക്കിയുള്ള സബ്ജക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഓൾമോസ്റ്റ് സിമ്പിളായിട്ട് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എന്ത് EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻസിൽ ഈ വീഡിയോ കാണുക, അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ മോഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ആനന്ദ് കുമാർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്സിൻ്റെ റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. പാർട്ട് എ എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: പെർഫോം ദ അഡീഷൻ 37 to the base 16 plus 29 to the base 16. അതായത് 37ഉം 29ഉം ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാം. ബേസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് റാഡിക്സ് എന്നും പറയാറുണ്ട്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് യുണീക്ക് ഡിജിറ്റ്സ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് ദാറ്റ് പെർട്ടിക്കുലർ ഡാറ്റ. ആ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര യുണീക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യും എന്നുള്ളതാണ് ബേസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ബേസ് 16 ആണ്. 16 ആണെങ്കിൽ ഏത് നമ്പർ സിസ്റ്റമാണ്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം 0 to 9, അതുപോലെ തന്നെ A to F വരെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 37 + 29 16. ഇത് അഡീഷൻ ചെയ്യുമ്പം സിമ്പിളായിട്ട് നമുക്ക് 37 + 29 എന്താണ് വാല്യൂ എന്ന് എഴുതാൻ പറ്റില്ല. എന്താണ് റീസൺ? കാരണം ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ആണ്. ഇഫ് 10 ആണ്, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് ബേസ് എന്നെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ ഈ രണ്ട് അഡീഷൻ ഹെക്സാഡെസിമൽ സിമ്പിളായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്: 37 എന്ന് പറയുന്ന നമ്പറിൻ്റെയും 29 എന്ന് പറയുന്ന നമ്പറിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതാൻ ഫസ്റ്റ് 37 വിത്ത് ഓൺ ദ ബേസ് 16 ആണ് ബേസ്. അപ്പോൾ 37നെ എന്ത് ചെയ്യുക, നമ്മളുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2 നമ്പേഴ്സാണ് അല്ലേ ഇവിടെ, 3യും 7ഉം. അപ്പോൾ എന്ത് ചെയ്യാം, 3നെ എനിക്കൊരു ബൈനറി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, 7നെയും എന്ത് ചെയ്യാം, ബൈനറി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 ബിറ്റുള്ള ബൈനറി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3നെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? നമ്പർ 3നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? 0 1 1 ആണ് എന്ത് 3യുടെ റെപ്രസെൻറ്റേഷൻ. 3 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നോക്കാം ഇവിടെ എന്ത് വരും, 2 ഫസ്റ്റത്തെ വിത്ത് പോസിറ്റ് 2 സെക്കൻഡ് 1 2 2 എന്ത് വരും, 1 1 × 1 1 പ്ലസ് 2 is 2 2 × 1 2. ഇപ്പോൾ 2 + 1 3, അങ്ങനെയാണ് 3 കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, 4 ബിറ്റ് വേണം അല്ലേ. ഇവിടെ എന്താണ് 3 ബിറ്റേ ഉള്ളൂ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഐ വിൽ ആഡ് എ 0 ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതിന് മുമ്പിൽ എന്ത് ചെയ്തു, ഒരു 0 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു, 0 0 1 1 ആണ് 3യുടെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ, വേർ 3 ഈസ് ഇൻ ഹെക്സ്. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ എന്താണ് 7നെ റെപ്രസെൻറ്റ് ചെയ്യാണ്. 7ൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 111 ആണ് 7ൻ്റെ റെപ്രസെൻറ്റേഷൻ. അഗൈൻ ചെക്ക് ചെയ്യുക, 2 × 1 plus 2 raised to 1 into 1 plus 2 raised to 2 into 1. അപ്പോൾ എന്ത് വരും, 4 + 2 + 1.
അതായത് 7 വന്നു. എഗെയിൻ ഇവിടെ 4 ബിറ്റ് വേണം. സോ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ 4 ബിറ്റ് ഐ വിൽ ആഡ് എ 0 ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. സോ 3നും 7നും എന്ത് ചെയ്തു, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 4 ബിറ്റല്ല ബൈനറി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ആഡ് ഹിയർ ഫസ്റ്റ് 3 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 0 1 1. നെക്സ്റ്റ് 7ൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് 0 1 2 3. ഇതാണ് എന്ത് വരുന്നത് 37ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഞാൻ അടുത്തത് 29 റെപ്രസെൻറ്റ് ചെയ്യാണ്. 29 ടു ദ ബേസ് 16. എഗെയിൻ 2നെയും 9നെയും എഴുതുക. അപ്പോൾ 2നെ എഴുതാനായിട്ട് എന്ത് ചെയ്യുക, 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0 1 0 ആണ് 2 എന്ന് പറയുന്നത്. 4 ബിറ്റ് വേണ്ടതുകൊണ്ട് ഞാനൊരു 0 ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് 9നെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വേണ്ടത് 1 0 0 1 ആണ് എന്ത് വരുന്നത് 9 വരുന്നത്. അതായത് 2⁻0 × 1 1 പ്ലസ് ഇവിടെ വരുന്നത് എന്താണ് 2⁻3 വരുന്നത്. 2⁻3 ഈസ് 8 × 1 8. അപ്പോൾ 8 + 1 9 കിട്ടി. അപ്പോൾ ആ റെപ്രസെൻറ്റേഷനാണ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 0 1 0. നെക്സ്റ്റ് 9ൻ്റെ റെപ്രസെൻറ്റേഷൻ 1 0 0 1. ഇതാണ് എന്ത് വരുന്നത് നമ്മളുടെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുക, ബൈനറി അഡീഷൻ പെർഫോം ചെയ്യുക. ബൈനറി അഡീഷൻ പെർഫോം ചെയ്യുന്ന റൂൾ എന്താണ്, 0 + 0 ആഡ് ചെയ്യുമ്പം എനിക്ക് 0 കിട്ടും. സമ്മ് ക്യാരി എന്ന് പറയുന്നത് എന്ത് വന്നു 0 തന്നെ വന്നു. 0യും 1ഉം കൂടി ഞാൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സമ്മ് 1 വരും, ക്യാരി എന്തായിരിക്കും 0 ആയിരിക്കും. 1ഉം 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സം 1 ആയിരിക്കും, ക്യാരി 0 ആയിരിക്കും. 1ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും സമ്മ് 0 ആയിരിക്കും, ക്യാരി 1 വരും. കാരണം 1 + 1 2. 2യുടെ റെപ്രസെൻറ്റേഷൻ വരും 1 0 ആണ് വരിക. സോ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ക്യാരി ആയിട്ട് വരും. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതായത് ലോവർ 1 ആയിട്ട് വരുന്നതാണ് എന്ത് ഇവിടെ സമ്മിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാൻ ഒരു റൂൾ കൂടി, അതാണ് 1 + 1 + 1. അതായത് 3 1s ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 3 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ സം എന്താണ് 3 ആണ് വരുന്നത്. 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്താ 1 1 ആണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്ത് വരും സമ്മും എനിക്ക് 1 വരും, ക്യാരിയും 1 വരും. ഈ റൂൾ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് ഈ അഡീഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ 1ഉം 1ഉം കൂടി ആഡ് ചെയ്തു. 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ആസ് പെർ റൂൾ 0 വന്നു, ക്യാരി ഇവിടെ 1 വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ക്യാരി 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്തു. 1 + 1 എഗെയിൻ എന്താണ് 0 ആണ് എനിക്ക് സമ്മ കിട്ടിയിരിക്കുന്നത്, ക്യാരി എനിക്ക് അവിടെ 1 വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ക്യാരീനെ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ എനിക്കിപ്പോൾ സമ്മ എന്താണ് 0 ആണ്. ആ 0യും ഇവിടുത്തെ 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് എഗെയിൻ 0 തന്നെയാണ് വരുന്നത്. അടുത്തത് നോക്കുക, എഗെയിൻ എന്താണ് ക്യാരി 1 വന്നിട്ടുണ്ട്. 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പം എനിക്ക് സമ്മ 0 വരും, ക്യാരി 1 വരും. സമ്മ 0 ക്യാരി 1. അപ്പോൾ ക്യാരി 1 ഇങ്ങോട്ട് എഴുതി. സമ്മ 0 ആണ്. ആ 0യും ഇവിടെ വരുന്ന 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു 0 വന്നു. എഗെയിൻ ഇവിടെ ക്യാരി വന്നിട്ടുണ്ട്. 1 + 0 1 + 0 എന്ത് വന്നു 1 + 0 എന്ന് പറയുന്നത് സം 1 ആണ്, ക്യാരി 0 ആണ്. പക്ഷേ സം എഴുതാനായിട്ടില്ല. കാരണം എന്താണ് ഒരു ബിറ്റും കൂടി ആഡ് ചെയ്യാനാണ്. എന്താണ് 1. പ്രീവിയസ് കേസിൽ എനിക്ക് സം 1 വന്നു. ആ 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും 1 + 1 സം 0 ക്യാരി ഈസ് 1. സം 0 വന്നു, ക്യാരി എനിക്കിവിടെ 1 വന്നു. എഗെയിൻ നോക്കാം, 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് 1 + 1 സം 0 ക്യാരി 1. ക്യാരി ഇവിടെ ഞാൻ എഴുതി. സമ്മ് 0 ആണ്. ആ 0 ഇവിടെ വരുന്ന 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വന്നു. എഗെയിൻ ഇവിടെ 1, 2 1ഉം കൂടി ആഡ് 3 1 വന്നു. ഇവിടെ 1 + 1 + 1 3 1 വന്നത് എന്താ സമ്മം 1 ആയിരിക്കും, ക്യാരി എനിക്കിവിടെ 1 ആയിരിക്കും. ഇവിടെ എന്താ 1 + 0 1 ആണ് സമ്മ്, ക്യാരി 0 ആണ്. അപ്പോൾ റിസൾട്ട് എനിക്ക് 1 വന്നു. എഗെയിൻ ആ 1ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ എന്താണ് 1 തന്നെയാണ് വരുന്നത്, ക്യാരി 0 ആണ്. അപ്പോൾ എന്താണ് 0 + 0 + 0 0 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് അഡീഷൻ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്കിനി വേണ്ടത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സിലാണ് നമുക്ക് റിസൾട്ട് എഴുതേണ്ടത്. അതായത് 2 നമ്പേഴ്സ് ഹെക്സാഡെസിമലിൽ ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എഴുതേണ്ടത് എന്തിലാണ് ഹെക്സാഡെസിമലിൽ തന്നെയാണ് റിസൾട്ട് എഴുതേണ്ടത്. അപ്പം നമുക്ക് എഴുതേണ്ടത് നോക്കാം. ഇവിടെ എന്താണ് എഗെയിൻ ഞാൻ എന്താണ് 4 ബിറ്റുള്ള 2 ഗ്രൂപ്പായിട്ട് എഴുതി. ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് നോക്കാം 0 0 0 0. 4 ബിറ്റും 0 ആണ്. 4 ബിറ്റും 0 ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും 0 തന്നെ ആയിരിക്കും വരിക. ഇവിടെ അടുത്ത് നോക്കാം, ഫസ്റ്റ് പിന്നെ വരുന്ന 4 ബിറ്റിൻ്റെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 0 1 1 0. അപ്പോൾ എന്താണ് ഇവിടെ 0 × 2⁻0. എനിത്തിങ് × 0 is 0 പ്ലസ് 1 × 2⁻1. 2⁻1 എന്താ 2 × 1 2 പ്ലസ് ഇവിടെ വരുന്നത് 1 × 2⁻2. 2⁻2 is 4.
4ഉം പ്രീവിയസ്ലി ഉള്ള 2 കൂടെ ആയതൊന്ന് 4 + 2 6 വന്നു. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? 60 ആണ് എന്ത് കിട്ടുന്നത് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഹെക്സാ വാല്യൂ. അപ്പോൾ ഇവിടെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 60H ആണ് എന്ത് വന്നിരിക്കുന്നത് റിസൾട്ട് വന്നിരിക്കുന്നത്. 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് കിട്ടുന്ന മാർക്ക്. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 37ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 1 മാർക്ക്. ഇത് എഴുതി കഴിഞ്ഞാൽ എഗെയിൻ എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും. ഇത് ഫൈനൽ രണ്ടും കൂടി എഴുതി കഴിയുമ്പോൾ 1 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? 3 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയോ? അപ്പോൾ മനസ്സിലായി കാണും. സിമ്പിളായിട്ട് നമുക്ക് എന്താണ് 3 മാർക്ക് കിട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് പെർഫോം ദ അഡീഷൻ. ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അഡീഷൻ പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ 21 - 42 ആണ്. ഇവിടെ എന്താ -46 - 25 ആണ്. ഇവിടെ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ കാണുമ്പോൾ സബ്ട്രാക്ഷൻ ആയിട്ട് തോന്നും. അതിനെന്ത് ചെയ്യുക? അഡീഷൻ ഫോമിൽ പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ്, അതായത് ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അഡീഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 21 - 42. 21 - 42 എന്ന് പറയുന്നത് 21 ബേസ് 10 ആണ്, 42ഉം ബേസ് 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് 21 to the base 10 പ്ലസ് -42 ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് എന്ത് ചെയ്യുക? ഇവിടെ എന്ത് വന്നു? അഡീഷൻ വന്നിട്ടുണ്ട് അല്ലേ? 21 + -42, അതായത് 21ഉം -42 തമ്മിൽ എന്ത് ചെയ്യാനാണ്? ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 21നെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക ബൈനറിയിൽ, 42നെ -42 എങ്ങനെയാണ് ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ അഡീഷൻ പെർഫോം ചെയ്യാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് എന്താണ്? 21ൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡാണ്. 21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 10 ടൈംസ് ബാലൻസ് 1. 10നെ എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ടൈംസ് ബാലൻസ് 0. എഗെയിൻ 2 ടൈംസ് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ബാലൻസ് 1. എഗെയിൻ ലാസ്റ്റ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 1 2 ബാലൻസ് 0. ഇപ്പോൾ 21ൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ വന്നിരിക്കുന്നത്? താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ എഴുതും. അപ്പോൾ എന്ത് വന്നു? 1 0 1 0 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കിവിടെ 5 ബിറ്റുകളാണ് വന്നിരിക്കുന്നത്. 1 2 3 4 5 ബിറ്റ്. നമ്മൾ എന്ത് ചെയ്യുക? നോർമലി നമ്പർ സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 8 ബിറ്റ് 16 ബിറ്റിലൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 8 ബിറ്റിലോട്ടാക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ 3 ബിറ്റുകൾ അഡീഷണൽ വേണം. അപ്പോൾ 3 ബിറ്റുകൾ എവിടെ ആഡ് ചെയ്യും? ബാക്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ നമ്പറായിട്ട് മാറും. അപ്പോൾ നമ്പറിന് ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മൾ സീറോസ് ആഡ് ചെയ്യുന്നത് ഈ നമ്പറിൻ്റെ ഇൻ ഫ്രണ്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 3 ബിറ്റുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? 42ൻ്റെ റെപ്രസെൻറ്റേഷൻ അറിയണം. ഫസ്റ്റ് +42ൻ്റെ റെപ്രസെൻറ്റേഷൻ അറിയണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം? -42 ആക്കാം. അപ്പോൾ 42നെ എഗെയിൻ റിപ്പീറ്റഡ് ഡിവിഷൻ 21 ടൈംസ് ബാലൻസ് 0. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ടൈംസ് ബാലൻസ് 1. എഗെയിൻ 2 ടൈംസ് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 × 2 10 ബാലൻസ് 0. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 2 4 ബാലൻസ് 1. ലാസ്റ്റ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാലൻസ് 0. എഗെയിൻ താഴെ നിന്ന് മുകളിലോട്ട് എഴുതുക. അപ്പോൾ എഗെയിൻ എന്ത് വരും? 1 0 1 0 1 0 1 0 വന്നു. എഗെയിൻ ഇവിടെ നോക്കാം. 1 2 3 4 5 6 6 ബിറ്റുകളാണ് ഉള്ളത്. എനിക്ക് എത്ര വേണം? 8 ബിറ്റാണ് വേണ്ടത്. 8 ബിറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യുക? 2 ബിറ്റ് കൂടി വേണം. ആ 2 ബിറ്റ് എവിടെ ആഡ് ചെയ്യും? ഫ്രണ്ടിൽ ആഡ് ചെയ്യുക. അപ്പോൾ 0 0. ഇതാണ് എന്ത് വരുന്നത്? നമ്മളുടെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേണ്ടെന്ന -42 വേണ്ടത്. -42ലോട്ട് വരാൻ എന്ത് ചെയ്യുക? നോർമലി 1's കോംപ്ലിമെൻറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2's കോംപ്ലിമെൻറ്റിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് 2's കോംപ്ലിമെൻറ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 2's കോംപ്ലിമെൻറ്റിൽ തന്നെ പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ ഒരു 1ഉം കൂടി ആഡ് ചെയ്തതിൽ എന്തായി? 2's കോംപ്ലിമെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഫസ്റ്റ് 1's കോംപ്ലിമെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുക. 1's കോംപ്ലിമെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? സീറോസ് 1 ആവും, 1s 0s. അപ്പോൾ 0 1 ആയി, 1 0 ആയി, 0 1 ആയി, 1 0 ആയി, 0 1 ആയി, 1 0 ആയി, 2 1 വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ,
ഇനി എന്ത് ചെയ്യാം, -42 ഇത് 1's കോംപ്ലിമെൻറ്റ് ഫോമിലാണ്. നമുക്ക് വേണ്ട എന്താണ്, 2's കോംപ്ലിമെൻറ്റിലാണ് വേണ്ടത്. അപ്പം വേണ്ടത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ ഒരു 1 ആഡ് ചെയ്യുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു, 1 + 1 0 വിത്ത് ആ ക്യാരി 1. 0 + 1 എന്ത് വന്നു, 1. ഇവിടെ 1 ബാക്കിയുള്ള ബിറ്റിനൊന്നും ചേഞ്ച് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഇറക്കിയിട്ടു. ഇതാണ് എന്ത് വരുന്നത്, -42ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇത് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പം എന്ത് വരും, ഫസ്റ്റ് 21ൻ്റെ റെപ്രസെൻറ്റേഷൻ ഫസ്റ്റ് 3 ബിറ്റ് 0 ആണ്. പിന്നെ 1 0 1 0 1. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് -42ൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അതെന്താ, 1 1 0 1 0 1 1 0. ഇതാണ് എന്ത് വരുന്നത്, നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി ആഡ് ചെയ്യുക എന്താണ്, 1 + 0 1 0 + 1 1 1 + 1 0 വിത്ത് എ ക്യാരി. അപ്പോൾ എന്ത് വന്നു, 1 വന്നു, 1 + 1 0 വിത്ത് എ ക്യാരി. 1 വന്നു, 0 + 1 1 1. ഇതാണ് എന്ത് വരുന്നത്, നമ്മളുടെ അഡീഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇവിടെ എന്താണ്, 1 ആണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, ദിസ് ഇസ് എ നെഗറ്റീവ് നമ്പർ. നെഗറ്റീവ് നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അറിയണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 2's കോംപ്ലിമെൻറ്റ് ആക്ഷൻ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ റിസൾട്ടൻറ്റിൻ്റെ എന്ത് ചെയ്യണം, എഗെയിൻ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. റിസൾട്ടൻ്റെ 2's കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അവിടെ നോക്കാം. താഴെയുള്ളതിന് എന്ത് ചെയ്യാം, നമ്മളുടെ 1സിനെ 0s ആക്കുക, 0സിനെ 1s ആക്കുക. അപ്പോൾ എന്ത് വരും, ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ 3 ബിറ്റ് 1 ആണ്. അപ്പോൾ 0 0 0 വന്നു. പിന്നെ വരുന്നത് 1 0. പിന്നെ വരുന്നത് 1 0 0 അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇതാണ് 1's കോംപ്ലിമെൻറ്റ്. നമുക്ക് വേണ്ട 2's കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ കൂടെ ഞാനൊരു 1 കൂടി ആഡ് ചെയ്തു. അപ്പോൾ എഗെയിൻ 0 + 1 1. ഇതെന്ത് ചെയ്തു, 0 വന്നു, 1 0 1 1 2 3. ഇതാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, ഇതിൻ്റെ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അറിയണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, നമ്മളുടെ 1 × പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2⁻0 എന്ത് വന്നു, 1 വരും. നെക്സ്റ്റ് 0 ആണ്. അപ്പോൾ എന്ത് വന്നു, 0 തന്നെയാണ് വരുന്നത്. പിന്നെ 1 ദാറ്റ് ഈസ് 0 1 2 ദാറ്റ് ഈസ് 2⁻2 ആണ് പവർ. 2⁻2 പവർ ഇസ് 4. അപ്പോൾ എന്ത് വന്നു, ഇവിടെ 4 വന്നിട്ടുണ്ട്. പിന്നെ എന്ത് വന്നു, 0 എനിത്തിങ് ഇൻറ്റു 0 എഗെയിൻ 0 വന്നു. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്, ഇവിടെ 2⁻3 ആണ് പവർ വരുന്നത്. ഇവിടെ 2⁻4 വരും. 2⁻4 ഇസ് 16 ആണ് പവർ വരുന്നത്. ബാക്കി 3ൻ്റെ എന്താണ് പവേഴ്സ് 0. അപ്പോൾ 0 + 0 + 0. ഇനി എന്ത് ആഡ് ചെയ്യുക, അതായത് 16 + 4 20 20 + 1 21 ആണ് എന്ത് വരുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരിക, നമ്മുടെ ആൻസർ വരുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 21 to the base 10 + -42 to the base 10 ആണ്. അപ്പോൾ നോർമൽ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ എന്ത് വന്നു, 42 -42 + 21 എന്ത് വരും, ഹയർ നമ്പറിൽ നിന്ന് ലോവർ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് ഹയർ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 42 നിന്ന് 21 സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്ത് വന്നു, 21 വന്നു. സൈൻ എന്താണ്, നെഗറ്റീവ്. സോ -21 ആണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ ഇത് തന്നെയല്ലേ നമുക്ക് അവിടെയും കിട്ടിയത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -21 ആണ്. ഇവിടെ എന്ത് വരും, നമ്മൾ 2's കോംപ്ലിമെൻ്റ് എടുത്തു, എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, -21 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1.5 മാർക്സ് ആണ് ഇതിനെ ക്യാരി ചെയ്യുന്നത്. 3 മാർക്സ് ആയതുകൊണ്ട് 1.5 എക്കും 1.5 ബിക്കും ആണ്. ബി ക്വസ്റ്റ്യൻ ചെയ്യാം. ബി ക്വസ്റ്റ്യനിൽ എന്താണ്, ഇതേപോലെ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ബി ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ബി ക്വസ്റ്റ്യൻ -46 -25 46ഉം 25ഉം. അപ്പോൾ എന്താ ചെയ്യുക, ഇതിൻ്റെ നമ്മളുടെ റെപ്രസെൻറ്റേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് -46 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം, +-25. ഇതാണ് എന്ത് വരേണ്ടത്, നമ്മളുടെ റെപ്രസെൻറ്റേഷൻ വേണ്ടത്. അപ്പം ഫസ്റ്റ് -46ൻ്റെ റെപ്രസെൻറ്റേഷൻ അറിയണം, -25ൻ്റെ റെപ്രസെൻറ്റേഷൻ അറിയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 46 /2. റിപ്പീറ്റഡ് ഡിവിഷൻ 23 വരും, ബാലൻസ് 0. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 വരും, ബാലൻസ് 1. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരും, ബാലൻസ് 1. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ബാലൻസ് 1.
അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് ബാലൻസ് 0. 1 0 1 1 1 0 ആണ് 46ൻ്റെ റെപ്രസെൻറ്റേഷൻ. 46ൻ്റെ റെപ്രസെൻറ്റേഷൻ 1 0 1 1 0. അപ്പോൾ എത്ര ബിറ്റ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 6 ബിറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? 8 ബിറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്യുക? ഫ്രണ്ടിൽ 2 സീറോസ് ഞാൻ ആഡ് ചെയ്തു. എനിക്ക് വേണ്ടത് എന്താണ്? -46 ആണ് വേണ്ടത്. -46 കിട്ടാൻ ഫസ്റ്റ് എന്ത് ചെയ്തു? 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പം സീറോസിനെ 1 ആക്കുക. അപ്പോൾ ഇവിടെ 1 ആയി, 1 ആയി, ഈ 1 ഇവിടെ 0 ആയി, 0 ഇവിടെ 1 ആയി, 1 ഇവിടെ 0 ആയി, 1 0 ആയി, 1 0 ആയി, 0 1 ആയി. നമുക്ക് എന്താ വേണ്ട? 2's കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ ഞാൻ അഗെയിൻ 1 ആഡ് ചെയ്തു. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 0 വിത്ത് എ ക്യാരി 1. അപ്പോൾ എന്ത് വന്നു? 1. ബാക്കിയുള്ളതിലൊക്കെ സെയിം. ഇതാണ് എന്ത്? -46ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. ഇതുപോലെ നമുക്ക് 25 അറിയണം. അപ്പോൾ എന്ത് ചെയ്യുക? 25നെ ഫസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 12 ടൈംസ് 24 ബാലൻസ് 1, 6 ടൈംസ് ബാലൻസ് 0. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് ബാലൻസ് 0, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് ബാലൻസ് 1. ഇതാണ് വാല്യൂ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് 25 റൈറ്റ്. 25ൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ത് വന്നു? താഴെന്ന് 1 1 0 0 1. അപ്പോൾ എത്ര ബിറ്റ് ഉണ്ട്? 1 2 3 4 5 5 ബിറ്റേ ഉള്ളൂ. 1 2 3 4 5. നമുക്ക് വേണ്ടത് 8 ബിറ്റ് വേണം. അപ്പോൾ 3 0 ആഡ് ചെയ്തു. 1 2 3. വേണ്ടത് -25 ആണ് വേണ്ടത്. -25 കിട്ടാൻ ഫസ്റ്റ് എന്ത് ചെയ്യുക? 1's കോംപ്ലിമെൻറ്റ് എടുക്കുക. 0 അപ്പോൾ 1 ആയി, 0 എഗെയിൻ 1 ആയി, എഗെയിൻ 0 1 1 0 ആയി, 1 0 ആയി, 0 1 1 ഇവിടെ 0. നെക്സ്റ്റ് എന്ത് ചെയ്യുക? 2's കോംപ്ലിമെൻറ്റ് കിട്ടണമെങ്കിൽ 1 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ. അപ്പോൾ 0യും 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 1 1 0 0 1 2 3 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് -25. കഴിഞ്ഞിട്ടില്ല. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന അഡീഷൻ എന്താ? -46 പ്ലസ് -25 ആണ് പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എഴുതാം. ഫസ്റ്റ് 46 ആണ്, -46 ആണ്, -46 ദിസ് 1. അപ്പോൾ 1 1 0 1 1 2 1 0. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? 1 1 1 0 0 1 1 ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 1, 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 0 വരും, ക്യാരി 1 വരും. നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെയുള്ള റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. 0 + 1 1 ആണ്, 0 + 1 1 ആണ്, സമ്മ് ക്യാരി 0 ആണ്. സമ്മ് 1ഉം എഗെയിൻ ഈ ക്യാരിയുടെ പ്രീവിയസ് ക്യാരി 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? സമ്മ് 0 ആണ്, ക്യാരി ഇവിടെ 1 വന്നു. എഗെയിൻ 0 + 0 സമ്മ് 0 ക്യാരിയും 0. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? സം 1 ക്യാരി 0 വന്നു. എഗെയിൻ 1 + 0 1 വന്നു. 0 + 1 1 വന്നു. 1 + 1 എന്ത് വരും? 0 വരും, ക്യാരി 1 വരും. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 1 1 വന്നിട്ടുണ്ട്. 1 1 വരുമ്പോൾ എന്ത് വന്നു? 1 വന്നു, ഇവിടെ ക്യാരി 1 വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ക്യാരി 1 വന്നതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 1 0 1 2 3 0 0 1 വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിതിൻ്റെ എഡീഷൻ ചെയ്യണം. അതിനെ ഇവിടെ എന്താ വന്നിരിക്കുന്ന റിസൾട്ട് നോക്കുക. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് നമ്പറാണ്? നെഗറ്റീവ് നമ്പറാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ചെയ്യുക? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഫസ്റ്റ് 0 1 1 2 3 3 സീറോസ് 1 1 0 വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോൾ 0 + 1 1. ഇവിടെ 1 വന്നു. 1 ഇവിടെ 1 ഇറക്കിയിട്ടു. 3 സീറോസ് 1 0. ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. പവേഴ്സ് ഫസ്റ്റ് എന്താണ്? 1 × 2⁻0. 1 × 2⁻0 1 വന്നു. ഇവിടെ 1 × 2⁻1 2 വന്നു. ഇവിടെ 1 × 2⁻2 4 വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത്ത് സെവൻത്തിലാണുള്ളത്. 7 എന്ന് പറയുമ്പോൾ എന്താണ്? 2⁻7. 2⁻4 എന്ന് പറയുന്നത് 16. ഇവിടെ 5 എന്ന് പറയുന്നത് 32. ഇത് 64 വന്നു. ഇതെന്ത് വന്നു?
128 വന്നിട്ടുണ്ട്. അപ്പോൾ 46ഉം 25ഉം തരുമ്പോൾ ആ റിസൾട്ട് വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ട്. ഇവിടെ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ഉണ്ട്. ഈ 1 എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നോക്കാം എന്ത് വരും. സോ ഈ അഡീഷൻ പെർഫോം ചെയ്യുന്നതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഈ പറയുന്ന ഇവിടെ ഒരു ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരി എന്ത് ചെയ്യണം? നമ്മളിവിടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ആണെങ്കിലാണ് ഈ ഒരു ക്യാരി ഫോർവേഡ് ചെയ്തത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക. ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിനകത്ത് എന്താണ്? ഈ ക്യാരിയെ നമ്മൾ ഒമിറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ നമ്പർ കിട്ടിയിട്ടുണ്ട് 10 1 2 3 111 001 എന്നാണ് നമുക്ക് നമ്പർ കിട്ടിയിരിക്കുന്നത്. ഇതിനെന്ത് ചെയ്യുക? നമ്മളുടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് എന്ത് ചെയ്യുക? നമുക്ക് മാഗ്നിറ്റ്യൂഡ് തരുന്നത്. ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് എഴുതാം. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 0 1 0 0 1 0 ആണ് എന്ത്? വൺസ് കോംപ്ലിമെൻറ്റ്. ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? അതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആഡ് ചെയ്യുക. അപ്പോൾ 1 ഇതിൻ്റെ 0 അതിൻ്റെ കൂടെ ഞാനിവിടെ 1 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? 1 1 1 0 0 1 0 അല്ലേ? അപ്പോൾ എന്ത് വന്നു നോക്കാം. 1 × 2 raised to 0 1, 2 × 2 raised to 1 × 2 raised to 1 2, 1 × 2 raised to 2 4 വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് വന്നു? 0 1 2 3 4 5 6 ആണ് വന്നിരിക്കുന്നത്. 2 raised to 6 32 ആണ് വന്നത്. 6 64 ആണ്. 2 raised to 5 ആണ് 32. 2 raised to 6 64 ആണ്. ആഡ് ചെയ്യുക. 64 68 70 71 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് നമ്പർ എന്താണ്? -71 ആണ് വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? നമ്മളുടെ അഡീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞിരിക്കുന്നത് -46 പ്ലസ് -25. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോർമൽ അഡീഷൻ പെർഫോം ചെയ്യുകയാണെങ്കിലും രണ്ട് നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. അപ്പോൾ എന്ത് വന്നു? 6 + 1 1 ബാലൻസ് 1 വന്നിട്ടുണ്ട്. 4 + 2 6 + 1 7 71 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ആൻസർ ഇവിടെ വെരിഫൈഡ് ആണ്. 71 കറക്റ്റ് ആൻസർ തന്നെയാണ്. എഗെയിൻ ഈ ക്വസ്റ്റ്യനും 1.5 മാർക്സ് ആണ് കിട്ടുന്നത്. 1.5ഉം 1.5ഉം 3 മാർക്സ് ആണ് വരുന്നത്. ഒരു ഇച്ചിരി ലെങ്തി ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാലും കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തു പോകാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് മോഡ്യൂൾ 1ൻ്റെ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിൽ വരുന്ന 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് എസ്സേയിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ കീപ് വാച്ചിങ് ദ സെഷൻ so that you can score a better marks for your final exam. Thank you.